ഓണം എന്ന് പറഞ്ഞൊരു സദ്യയാണ്. എല്ലാവരും ഈ ബിയനിയിൽ പ്രവർത്തിക്കുന്ന 12-13 മലയാളികൾ എല്ലാവരും അവരുടെ കുടുംബത്തിൽ നിന്ന് ഓരോരോ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കോൺഫറൻസ് റൂമിൽ സ്ഥലം എടുത്തിട്ട് അതൊരു ഓണം ആഘോഷം പറഞ്ഞ ആഹാരം തന്നെ ആയിരുന്നു, ഭക്ഷണം കഴിക്കൽ തന്നെ ആയിരുന്നു. അത് എവിടെ പോയാലും വേറെ ഒന്നും ചെയ്യാൻ ആളില്ലെങ്കിലോ വല്ല കലയോ നൃത്യമോ നടത്താനുള്ള കഴിവില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് ഓണം. അപ്പം നമ്മളുടെ ഈ ഓണസദ്യത്തിൻ്റെ പ്രത്യേകത ആൾക്കാർക്ക് എല്ലാവരുടെയും ഓണം എന്ന് അർത്ഥം അത് ഫുഡ് ഫെസ്റ്റിവൽ തന്നെയാണ്. അത് ഒരു ആഹാരമായാലോ ഒരു വലിയൊരു സദ്യ ആയാലോ ഒരു ചെറിയൊരു വല്ലവരും കഴിക്കുന്നതായാൽ കൂടി നിങ്ങളുടെ 15 സ്റ്റോൾ പോലെ സ്റ്റീവൻ നമ്മൾക്കിവിടെ കാണുന്നത് ഓണവും നല്ല ആഹാരവും എപ്പോഴും ഒരു സിനോണിമസ് കാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ ക്ഷണിച്ചിരിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിനെ ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഓരോരോ ഫുഡ് ഓരോരോ പതിനാറ് മലയാളികളും വിദേശത്ത് താമസിക്കുന്ന മലയാളികളും ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. ഇത്ര വർഷങ്ങൾ ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 10-17 വർഷമായി. അപ്പോൾ എനിക്കിനി നമ്മുടെ നാട്ടിലും ചിലപ്പോൾ എൻ്റെ നമ്മുടെ ഈ തലസ്ഥാനം തിരുവനന്തപുരത്ത് ചിലപ്പോൾ 1-2 തവണ 2-3 തവണ പാലക്കാട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഓണം ആഘോഷിക്കാൻ സാധിച്ചിരിക്കണം. പിന്നെ എൻ്റെ അമ്മേൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ അമ്മയോടൊപ്പം ഓണസദ്യ കഴിക്കുന്നത് എപ്പോഴും എല്ലാ വർഷത്തിൻ്റെയും ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞ ശേഷം ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഓണമിൻ്റെ ഒരു അത്യാവശ്യ ഭാഗം തന്നെയാണെന്ന് സംശയമില്ല. എനിക്കറിയില്ല ഈ 15 സ്റ്റോളിൽ എന്തൊക്കെ കാണുന്നു, സദ്യയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നാലും മസാല പോപ്കോൺ മുതൽ പായസം വരെ എല്ലാം ഇവിടെ കിട്ടുന്ന മനസ്സിലാക്കിയ ശേഷം ഇനി ആൾക്കാർ ഈ ആഘോഷത്തിന് വേണ്ടി പങ്കെടുക്കാൻ വരുമ്പോൾ അവർക്ക് നല്ലൊരു റേഞ്ച് ഓഫ് ഫുഡ് ഉണ്ടാവും ഈ ഫുഡ് ഫെസ്റ്റിവലിന് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ആഗ്രഹം എല്ലാവരും വരണം. എനിക്കറിയാം ഈ കാലം ഈ വർഷം നമ്മുടെ മഴ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഈ നേരത്തും കൂടി നല്ലോണം മഴയുണ്ടെന്ന് നമ്മുടെ അനുഭവം ഇന്ന് തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും മഴയുടെ ഇടയിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ വരുമ്പോൾ എല്ലാവരും വന്നിട്ട് ഓണം നമ്മുടെ ആഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റിവലും ഉണ്ടാവട്ടെ, സൈഡിൽ അവർക്ക് കഴിക്കാനുള്ള അവസരങ്ങളും സാധ്യതകളും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. എനിക്ക് ഓണത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് സന്തോഷമുള്ളത് എല്ലാ മലയാളികളും പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ്. ഏത് മതം, ഏത് ജാതി, ഏത് ഭാഗമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒന്നും പ്രശ്നമല്ല. എല്ലാവർക്കും ഒരേ സ്നേഹം, ഒരേ സന്തോഷം, പുതിയ കുപ്പായങ്ങൾ ഇടുന്നത്, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്, നല്ല ആഹാരം കഴിക്കുന്നത്, നല്ല സദ്യ കഴിക്കുന്നത്, ഇതന്നെയാണ് ഓണത്തിൻ്റെ ഓർമ്മകൾ. എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. മാവേലി ആഗ്രഹിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നതും എന്താണ്? ഒരേ സാധനം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ നാട്ടിൽ ഒരുപോലെ ജീവിക്കണം, എല്ലാവർക്കും ഒരു പങ്കെടുക്കുന്ന ഒരു സമൃദ്ധി ഉണ്ടാവണം. അതല്ലേ മാവേലി ആവശ്യപ്പെട്ടത്. അത് കാണാനല്ലേ മാവേലി എല്ലാ വർഷവും തിരിച്ചു വരുന്ന നമ്മുടെ ഇടയിൽ ഇരിക്കുന്ന മാവേലി നമ്മളുടെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കാണാൻ. അപ്പം അതൊക്കെ കാണിച്ചു കൊടുക്കാനല്ലേ നമ്മൾ നല്ല വേഷമൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒപ്പം സർക്കാരും അതല്ലേ ആവശ്യപ്പെടുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും ജനസേവനം ചെയ്യുന്ന അവരുടെയും ഉദ്ദേശം ഇതുതന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവരുടെയും സമൃദ്ധി, എല്ലാ നാട്ടുകാരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സമൃദ്ധി നമുക്ക് മൊത്തത്തിൽ എല്ലാവരുടെയും കേരളത്തിൽ കാണണം. ആ സ്പിരിറ്റിലാണ് നമ്മുടെ വികസനം. ഈ 1956 ആരംഭിച്ച ശേഷം 70ാമത്തെ വർഷം കൂടിയാണ്. 70 വർഷം നമ്മൾ അനുഭവിച്ചതും നമ്മുടെ വളർച്ച നടത്തിയതും ഇതിനു വേണ്ടി തന്നെയാണ്.